നമസ്കാരം. നമുക്ക് ഒരു ദൃശ്യം കണ്ടതിന് ശേഷം മടങ്ങി വരാം. കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇന്ത്യൻ ആർമി ജനങ്ങളോടും കുട്ടികളോടും പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കാശ്മീർ യാത്രയിൽ ഒരുപാട് പട്ടാളക്കാരുമായി അടുത്തിടപഴകാനും ഒരുമിച്ച് ആഹാരം കഴിക്കാനും ഒക്കെയുള്ള അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അതിർത്തി ഗ്രാമത്തിലെ സ്കൂളിൽ നിന്നുള്ള ഈ കാഴ്ച മനസ്സിൽ തൊടുന്നതായിരുന്നു. ഈ ഗ്രാമത്തിൽ നിന്നും അധികം ദൂരെയല്ലാതെയാണ് LOC ഉള്ളത്. അവിടെ സുരക്ഷയ്ക്കായി രാവെന്നോ പകലെന്നോ നോക്കാതെ ജോലി ചെയ്യുന്ന ഓരോ പട്ടാളക്കാരനെയും നാട്ടുകാർ അവരുടെ വീടുകളിലെ ഒരംഗത്തെ പോലെയാണ് അത്രേ കാണുന്നത്. കണ്ടിടത്തോളം കാശ്മീരിലെ ചില പ്രത്യേക സ്ഥലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ഈ അഭിപ്രായം തന്നെയാണ്. ഏറ്റവും അത്യധികം അഭിമാനവും ഒപ്പം ആവേശവും ഒക്കെ തോന്നുന്ന ഒരു ദൃശ്യമാണ്. ഒരു ബ്ലോഗർ അനന്തു, നമ്മുടെ വെഞ്ഞാറമൂടുകാരനാണ്, തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് സ്വദേശിയായ അനന്തു എടുത്ത വീഡിയോയാണ്. കശ്മീരിൻ്റെ ഇന്നിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഇങ്ങനെയായിരുന്നു കശ്മീർ 2008 മുതൽ 2016 വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ സ്റ്റോൺ പെൽറ്റിംഗ്, കാശ്മീരിൽ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്നത് വളരെ വ്യാപകമായിട്ടുള്ള സംഭവമായിരുന്നു. ജീവൻ, അതായത് സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ രാജ്യത്തിൻ്റെ പട്ടാളക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ഒരു കാലമാണിത്. കാശ്മീരിലെ ജനം ഇതിനകത്ത് നമുക്ക് പൂർണ്ണമായി അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് ലഭിച്ചിരുന്ന ഫണ്ട് ഏകദേശം 60 വർഷക്കാലത്തോളം അവിടുത്തെ രാഷ്ട്രീയക്കാർ, 2-3 കുടുംബങ്ങൾ ഇവരെല്ലാവരും ചേർന്ന് പങ്കിട്ടെടുക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ വിഘടനവാദികൾക്കും വീതം വെച്ച് കൊടുത്തു. കാശ്മീരിലെ ജനത പൊറുതിമുട്ടി ജീവിക്കുകയായിരുന്നു. പിന്നീട് ആർട്ടിക്കിൾ 370 പിൻവലിച്ചു. അപ്പോൾ അതിനിടയിൽ മറ്റൊരു സംഭവം പറയട്ടെ. ഇപ്പോൾ ഈ CJP സമരക്കാരുണ്ടല്ലോ, ഇപ്പോഴത്തെ കശ്മീരിനെ ഒന്ന് കാണണം. കാരണം ഇതിലും വലിയ പ്രൊട്ടസ്റ്റുകൾ അതിജീവിച്ചിട്ടാണ് ഇപ്പോഴത്തെ കശ്മീർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഭയപ്പെടുത്താൻ നോക്കുകയും വേണ്ട. കാരണം ഇത്തരം പ്രൊട്ടസ്റ്റുകളെ അതിജീവിച്ചാണ് ഈ സർക്കാർ ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയാൽ, ഇപ്പോൾ കർഷകരെയൊക്കെ വെച്ചുകൊണ്ട്, കർഷകരെ ചേർത്തുകൊണ്ട് ബഹുജന പ്രക്ഷോഭം സർക്കാരിന് നേരെ, അതായത് രാജ്യത്ത് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയ മോദി സർക്കാരിന് നേരെ ഇങ്ങനൊരു നീക്കം നടത്തുവാനാണല്ലോ തീരുമാനമെടുത്തിരിക്കുന്നത്, തുക്കടെ ഗ്യാങ് ഒക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നി. ഇനി സംഭവങ്ങളിലേക്ക് വരാം, അതിൻ്റെ തുടർച്ചയിലേക്ക് വരാം. അങ്ങനെ ഈ 2008 മുതൽ 2016 വരെയുള്ള സമയത്ത് കശ്മീരിനെ നേരിട്ടത് വലിയ രീതിയിലുള്ള ദുരന്തമായിരുന്നു ഈ സ്റ്റോൺ പെൽറ്റിങ്ങിലൂടെയൊക്കെ തന്നെ. 1357 ഓളം ഇൻസിഡൻറ്റുകളാണ് ആ സമയത്ത് നമുക്ക് ഏകദേശം ഒരാഴ്ചക്കിടയിൽ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഭയാനകമായ രീതിയിൽ മനുഷ്യരെ, ഇപ്പോൾ അവരെ പിടിക്കാൻ പറ്റില്ല, അവർ ആ സമയങ്ങളിൽ ഈ എന്താ പറയുക, ഈ ഹ്യൂമൻ ഷീൽഡുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പട്ടാളത്തിന്. അത്ര ഭയാനകമായിരുന്നു അവരുടെ ആക്രമണത്തിൻ്റെ സ്ട്രാറ്റജി. ഉടനെ 370 പിൻവലിച്ചതോടുകൂടി ഇതെല്ലാം തന്നെ അസ്തമിച്ചു. പക്ഷേ 370 പിൻവലിച്ചതിന് ശേഷവും 2-3 മാസം വളരെ രീതിയിൽ ഭയാനകമായ സമരങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പതിയെ അതവർക്ക് കുറയ്ക്കേണ്ടി വന്നു. ഇന്ന് കശ്മീർ വികസനത്തിൻ്റെ പാതയിലാണ്. കശ്മീരിൽ 2,11,00,000 പേരാണ് 2023 മാത്രം സന്ദർശനം നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ കശ്മീർ മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു കശ്മീരിനെ മാറ്റിയെടുക്കാമെങ്കിൽ ഈ രാജ്യത്തിന് നേരെ, രാജ്യത്തെ മെച്ചപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഭരണത്തിനെതിരെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ, അനാവശ്യമായ മൂവ്മെൻറ്റുകൾ നടത്തുകയാണെങ്കിൽ, ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ തീർച്ചയായും പരിഗണിക്കപ്പെടണം. അപ്പം യുവാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നു. നീറ്റ് ലീക്കേജുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹമായ രീതിയിൽ നീതി നടപ്പിലാക്കി കിട്ടണം. അത് കൃത്യമായി ജെന്യുവനായിട്ടുള്ള ആവശ്യം തന്നെയാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇനിയൊരു ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധന്മാരുടെ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചു. കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. അതോടൊപ്പം അന്ന് ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ രാജിവയ്പ്പിച്ചു. അങ്ങനെ ഫലപ്രദമായ പല മാറ്റങ്ങളും നടത്തിയതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ അടുത്ത ആവശ്യം, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ CJPയുടെ സമരത്തിനിടയിൽ അക്രമം നടത്തിയ ആൾക്കാർക്കെതിരെയും ശിക്ഷാ നടപടികൾ പാടില്ല എന്നതാണ്. അപ്പോൾ സർക്കാർ എന്താ നോക്കുകുത്തിയാണോ, അല്ലെങ്കിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നിലകൊള്ളുന്നത്? ഒരിക്കലുമല്ല. രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിന് നേരെ, രാജ്യത്തിൻ്റെ സ്വൈരമായ ജീവിതത്തിന് നേരെ ആയുധമെടുക്കുന്ന ആർക്കെതിരെയും കർശനമായി തന്നെ ശിക്ഷ നൽകണം. അത് രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ കൂടി ആവശ്യമാണ്, നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യമാണ്. കോടതിയും അത് തന്നെയാണ് പറഞ്ഞത്. വിദ്യാർത്ഥികളെ യാതൊന്നും ചെയ്യാൻ പാടില്ല, അവർക്കെതിരെ കേസൊന്നും വരാൻ പാടില്ല. പക്ഷേ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഒരു കാരണവശാലും വെറുതെ വിടേണ്ട ആവശ്യമില്ല എന്ന ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം തന്നെ ഉറപ്പുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സുപ്രീം കോടതിക്ക് നേരെയാണ് ഈ അഭിജിത് ദീപ്കെ, സൗരഭ് ദാസ്മാരുടെ അടുത്ത പ്രക്ഷോഭം എന്നാണ് പറയുന്നത്. നടക്കില്ല മക്കളെ, നിങ്ങളെ കണ്ട് ഭയന്നിട്ടല്ല മോദി സർക്കാർ ഈ രീതിയിൽ ഒരു കോംപ്രമൈസ് നടത്തിയത്. നിങ്ങളുടെ ആവശ്യം ജെന്യുവിനായതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ പേരിൽ, അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഈ ഭീകരവാദ പ്രവർത്തനം നടത്താം എന്ന് വിചാരിച്ചാൽ ആരെയും അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഗൾഫിലെ ഒരു കമ്പനിയിൽപ്പെട്ടവൻ, മലയാളി
മുഹമ്മദ് ഷാജി 23 പേരെ ചെല്ലും ചിലവും കൊടുത്ത് ഇങ്ങോട്ട് അയച്ചേക്കാണ് സമരം നടത്തുവാൻ വേണ്ടിയിട്ട്. ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയിൽ സമരം, ഭീകരവാദികളെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് സമരം, ഉമർ ഖാലിദിനെയും ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് സമരം. ഇതിനിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട്, ഈ വിഘടനവാദം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് അക്രമ പ്രവർത്തനം നടത്തിയവർക്ക് ഒരു മാപ്പുമില്ല. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് ഒരു സംശയവും വേണ്ട. ഇവരെ വെള്ളപൂശുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിഞ്ഞ ഡബിൾ എ റഹീം ആയിക്കോട്ടെ, ഈ ബ്രിട്ടാസ് ആയിക്കോട്ടെ, ഇവർക്ക് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം ആ രീതിയിൽ സമരം നടത്തി മുന്നോട്ട് പോകാമെന്നും അക്രമം നടത്തി മുന്നോട്ട് പോകാമെന്നൊന്നും ആരും വ്യാമോഹിക്കേണ്ട. 150ഓളം പോലീസുകാർക്ക് നേരെയാണ് അക്രമം നടത്തിയത്. ഇതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കെതിരെ അക്രമം നടത്തി, അനാവശ്യമായി കല്ലേറുകൾ നടത്തി. ഈ കലാപത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറേ ബ്ലോഗേഴ്സ് പോയി ഇത് കല്ലെറിഞ്ഞത് പോലീസാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ നടത്തി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് രാജ്യത്തിനെതിരെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ തിരിയുവാൻ വേണ്ടിയിട്ട്, അതിനെ നിർത്തുവാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റേതായ മെഷീനറികളുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. കർഷകരെയും ബഹുജനങ്ങളെയും നിരത്തി നിർത്തിക്കൊണ്ട് ജനാധിപത്യപരമായ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് നേരെ നിങ്ങൾ എന്തെങ്കിലും തന്നെ നടത്തുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്താൽ അത് അവസാനത്തെ തീരുമാനമായിരിക്കും. അതിനെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് സർക്കാരിന് അധിക സമയമൊന്നും വേണ്ട, പ്രത്യേകിച്ച് മോദി സർക്കാർ. അതുകൊണ്ടാണ് നേരത്തെ ആ ദൃശ്യം നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത്.